കമോൺ ഗൈസ്, ഇന്നത്തെ നമ്മുടെ പാർട്ടി കഴിഞ്ഞു. ഈ സ്ഥലം വൃത്തിയാക്കുന്ന ജോലി ഞാൻ നമ്മുടെ പുതിയ ജോലി ഏൽപ്പിക്കാൻ പോവാ. അവൻ്റെ ജോലിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അവൻ ഇത് മുഴുവൻ നന്നായിട്ട് വൃത്തിയാക്കിയാൽ നാളെ നമുക്ക് വൃത്തിയുള്ള സ്ഥലത്ത് വെച്ച് പാർട്ടി നടത്താം. രഞ്ജിത്തിൻ്റെ ഈ വാക്ക് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ ആർത്തു വിളിച്ചു. അഭിനവന്റെ കണ്ണുകൾ ആ നേരം പോയത് തന്നോട് നേരത്തെ സംസാരിച്ച പെൺകുട്ടിയുടെ മുഖത്തേക്കാണ്. താൻ അങ്ങനെയെല്ലാം ചോദിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾ അപ്പോഴും തല താഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അതോടെ അവിടെ സംഭവിച്ചതൊന്നും അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല എന്ന് അബിക്ക് മനസ്സിലായി. സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ ആവാൻ അവളെ നിർബന്ധിച്ചതാവണം. ശരി സാർ, സാറ് പറഞ്ഞത് എനിക്ക് കേട്ടില്ല എന്ന് വേണ്ട. ഞാനിവിടെ മുഴുവൻ വൃത്തിയാക്കിയേക്കാം. അത് തീരുന്നത് വരെ സാർ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? അബി അർത്ഥം വെച്ച് ചോദിച്ചു. സോറി മോനെ, നീ വൃത്തിയാക്കുന്നത് മാർക്കിടാൻ തൽക്കാലം ഇപ്പോൾ ഞങ്ങൾക്ക് സമയമില്ല. വേറൊരു പാർട്ടിക്ക് പോകാനുണ്ട്, മറ്റൊരു പെൺകുട്ടി പിന്നിൽ നിന്ന് പറഞ്ഞു. ഇത് കേട്ടതും എല്ലാവരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അഭിനവ് പതുക്കെ തലയാട്ടി അവളെ നോക്കി. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, ഞാൻ ക്ലീനിങ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഈ ഡോറിൻ്റെ സൈഡിൽ നിന്ന് തുടങ്ങാം അല്ലേ? ഇത്രയും പറഞ്ഞ അഭിനവ് വേഗത്തിൽ വാതിലിനരികിലേക്ക് നീങ്ങി. ഈ സമയത്ത് എല്ലാവരും പരസ്പരം സംസാരിക്കായിരുന്നു. അഭിനവ് എന്താണ് ചെയ്യുന്നതെന്ന് ആരും ശ്രദ്ധിച്ചില്ല. അഭിനവ് വാതിലിനടുത്തെത്തി വാതിലടച്ചു പൂട്ടി. പിന്നെ താക്കോലെടുത്ത് പോക്കറ്റിലിട്ടുകൊണ്ട് വീണ്ടും അവരെ നോക്കി. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന സോഫയിൽ വന്നിരുന്നു കൊണ്ട് അഭിനവ് ഉറക്കെ കൈയടിച്ച് അവരുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിച്ചു. സോ ഗൈസ്, പാർട്ടിക്ക് നിങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു എന്നെനിക്ക് മനസ്സിലായി. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ആവാം. ഇത്രയും പറഞ്ഞതും അഭിനവിന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ഒരു പെൺകുട്ടി അവനെ ദേഷ്യത്തോടെ നോക്കി. താൻ എന്തുകൊണ്ടാണോ ഈ പറയുന്നത്? തനിക്ക് വട്ടാണോ? ക്ലീൻ ചെയ്യാൻ പറഞ്ഞാൽ അത് ചെയ്യണം, അല്ലാതെ ചുമ്മാ ഇരുന്ന് ഭ്രാന്ത് പറയല്ലേ വേണ്ടത്, അവൾ പറഞ്ഞു. അബി അതിന് മറുപടി കൊടുത്തില്ല. അവന്റെ കണ്ണുകൾ രഞ്ജിത്തിലായിരുന്നു. അവൻ മറ്റൊരു പെൺകുട്ടിയെ ബലമായി കിസ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോൾ അത് കണ്ടതും വല്ലാത്ത ദേഷ്യമെന്ന് അബി എഴുന്നേറ്റ് രഞ്ജിത്തിന്റെ അരികിലേക്ക് നടന്നു. രഞ്ജിത്ത് ആ പെൺകുട്ടിയുടെ ഇടുപ്പിൽ കൈവെക്കാൻ ശ്രമിച്ചപ്പോൾ അഭിനവ് അവന്റെ കൈ പിന്നിലേക്ക് പിടിച്ചു തിരിച്ചു. ഇത്ര വലിയ മനുഷ്യനായിട്ടും മര്യാദ എന്താണെന്ന് സാറിന് അറിയില്ലേ? സ്ത്രീകളെ കുറച്ചൊക്കെ ബഹുമാനിക്കാൻ പഠിക്കുക സാർ, അഭിനവ് രഞ്ജിത്തിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. അബി അവന്റെ കൈകൾ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി. രഞ്ജിത്ത് വേദന കൊണ്ട് പുളഞ്ഞു. എന്റെ കൈ വിടടാ നായേ, മര്യാദ എന്താണെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. വേദനക്കിടയിലും രഞ്ജിത്ത് വിളിച്ചു പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്നവരെല്ലാം അവരെ അത്ഭുതത്തോടെ നോക്കി. രഞ്ജിത്തിനോട് പുതുതായി വന്ന പയ്യൻ ഇങ്ങനെ പെരുമാറുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല. അബി തന്റെ കൈ ഒന്നുകൂടി മുറുക്കി. അതോടെ രഞ്ജിത്തിന്റെ കൈ സഹിക്കാൻ വയ്യാത്ത വേദന തോന്നി. എന്താടാ നോക്കി നിൽക്കുന്നത്, ഇവനെ പിടിച്ചു മാറ്റ്, രഞ്ജിത്ത് അവരെ നോക്കി അലറിക്കൊണ്ട് പറഞ്ഞു. അവന്റെ വാക്കുകൾ കേട്ടതും എല്ലാവരും അഭിനവിന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നാൽ അതിനു മുമ്പ് തന്നെ അബി രഞ്ജിത്തിനെ പുറകിൽ നിന്ന് ചവിട്ടി വീഴ്ത്തിയിരുന്നു. രഞ്ജിത്ത് താഴെ വീണ് വേദന കൊണ്ട് പുളഞ്ഞു. അബി വീണ്ടും അവനെ അടിച്ചു. അഭിനവന്റെ അടിയേറ്റ ശേഷം രഞ്ജിത്തിന് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. മറ്റുള്ളവർ അബിയെ ആക്രമിക്കാനായി അടുത്തു വന്നപ്പോൾ അവിടെ നിന്ന് പെൺകുട്ടികൾ പേടിച്ച് പിന്നോട്ട് മാറി. അഭിനവ് തന്റെ നേരെ വന്ന ഒരുത്തന്റെ വയറ്റിൽ ചവിട്ടി. മറ്റൊരുത്തന്റെ കൈ പിടിച്ചു വലിച്ച് അവനെ ഉയർത്തി നിലത്തിട്ടു. ഒന്നിനു പിറകെ ഒന്നായി അവൻ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അടിച്ചു വീഴ്ത്തി. ഇതിനിടയിലും രഞ്ജിത്തിന്റെ ടൈ അവന്റെ കയ്യിലുണ്ടായിരുന്നു. അബി ഓരോരുത്തരെ അടിച്ചു വീഴ്ത്തുമ്പോഴും രഞ്ജിത്തിന്റെ കഴുത്ത് മുറുകിക്കൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ അബിയുടെ അടികൊണ്ട് അവിടെ ഉണ്ടായിരുന്നവന്മാരുടെ അവസ്ഥ വളരെ മോശമായി. അവർ കുടിച്ച മദ്യത്തിന്റെ ലഹരിയൊക്കെ ഇറങ്ങി. വേദന സഹിക്കാൻ കഴിയാതെ അവർ നിലത്ത് കിടന്ന് ഉരുണ്ടു. ഇത് കണ്ട് അബിയോട് സംസാരിച്ച പെൺകുട്ടി ഒഴികെ മറ്റെല്ലാവർക്കും ദേഷ്യം വന്നു. അവളുടെ മുഖത്ത് മാത്രം ആശ്വാസമായിരുന്നു. അബി വീണ്ടും രഞ്ജിത്തിനെ അടിക്കാനായി അവന്റെ അരികിലേക്ക് ചെന്നു. അതോടെ രഞ്ജിത്ത് ഭയന്ന് കൈകൂപ്പി അവന്റെ മുന്നിൽ ഇരുന്ന് കെഞ്ചാൻ തുടങ്ങി. ബ്രോ, ഇനി അടിക്കരുത് പ്ലീസ്. ഇത് ഹെഡ് ഓഫ് സെക്രട്ടറിന്റെ ഓഫീസല്ല. ഞാൻ ഹെഡിനേക്കാൾ ഉയർന്ന സ്ഥാനത്തുമല്ല. ഞങ്ങൾ നിന്നെ കളിയാക്കായിരുന്നു. എല്ലാ ന്യൂ ജോയിനുകളെയും ഇതുപോലെ ചെറുതായിട്ട് റാഗ് ചെയ്യാറുണ്ട്. നിങ്ങളെയും അതുപോലെ പറ്റിച്ചതാണ്. രഞ്ജിത്തിന്റെ നാവിൽ നിന്ന് അത്രയും കേട്ടതും അഭിനവ് ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. എന്തായാലും എന്നെ റാഗ് ചെയ്യാൻ നിന്നിട്ട് നിങ്ങൾ ആവശ്യത്തിന് വാങ്ങിക്കൂട്ടിയല്ലേ, സന്തോഷം, അബി ചിരിയോടെ പറഞ്ഞു. ഇത് കേട്ടതും ആ പെൺകുട്ടി പുഞ്ചിരിക്കായിരുന്നു. അവൾ ഒരു വെള്ളക്കുപ്പി എടുത്ത് വിയർത്ത് കുളിച്ച് അഭിനവിന് നൽകി. അഭിനവ് അത് വാങ്ങിക്കുടിച്ചു. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന്. ഇത്രയും പറഞ്ഞ അഭിനവ് അവിടെ കിടന്ന ഒരു കസേരയിലിരുന്നു. അപ്പോഴേക്കും രഞ്ജിത്ത് തന്റെ കൂട്ടുകാരുടെ സഹായത്തോടെ എഴുന്നേറ്റ് അഭിനവിനെ നോക്കി. നീ ആരാ? ഭയത്തോടെ രഞ്ജിത്ത് ചോദിച്ചു. അത് കേട്ട് അഭി പുഞ്ചിരിച്ചു. ഞാനോ? നിന്റെ കാലൻ. ശരി, അത് വിട്. ഇന്നത്തേക്ക് ഇത്രയും ഡോസ് മതി. ഇനി നീയും നിന്റെ ഈ കൂട്ടുകാരും ചേർന്ന് ഈ സ്ഥലം വൃത്തിയാക്ക. അപ്പൊ ഇതിന്റെ ബാക്കി കൂടി തരാം. എന്നാ പിന്നെ ശരി, എനിക്ക് ഹെഡ് ഓഫ് സെക്രട്ടറി ഒന്ന് കാണണം.
അത്രയും പറഞ്ഞ അഭിനവ് അവിടെ നിന്ന് എഴുന്നേറ്റു. അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്നവരും പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഹലോ, എങ്ങോട്ടാ എല്ലാരും കൂടെ? അങ്ങനെ അങ്ങ് പൊടിയും തട്ടി പോയാലെങ്ങനെയാ? ഇവിടെയൊക്കെ വൃത്തിയാക്കണ്ടേ? അഭിനവ് ചോദിച്ചു. അല്ല, അതിലേക്ക് ഇവിടെ ആളുണ്ട്. ക്ലീനിങ് സ്റ്റാഫിനെ ഞാൻ പറഞ്ഞു വിടാം, ഒരാൾ പറഞ്ഞു. അത് ശരിയാവില്ലല്ലോ മോനെ. വൃത്തികേടാക്കിയ നിങ്ങൾ തന്നെയാണ് ക്ലീൻ ചെയ്യേണ്ടത്. വേറെ ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചാ നിനക്കൊക്കെ പിന്നെയും ഇങ്ങനെ ചെയ്യാൻ തോന്നും. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ വൃത്തികേടാക്കിയ സ്ഥലം നിങ്ങൾ തന്നെ വൃത്തിയാക്കേണ്ടി വന്നു എന്ന് പുറത്തറിഞ്ഞാൽ അത് ചിലപ്പോൾ എല്ലാവർക്കും ഒരു ക്ഷീണമായിരിക്കും. അതുകൊണ്ട് ആരോട് എന്താ ഉണ്ടായതെന്നൊന്നും പറയാൻ നിൽക്കണ്ട. സാധാരണ പോലെ എന്നെ റാഗ് ചെയ്ത് ക്ലീൻ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞേക്ക്. എന്താ, അങ്ങനെ പോരെ? അബി ചോദിച്ചു. ബ്രോ പറയുന്ന പോലെ തന്നെ ചെയ്യാം ബ്രോ, രഞ്ജിത്ത് താഴ്മയോടെ പറഞ്ഞു. അത് കേട്ട് അഭിനവ് അവനെ നോക്കി. ഇനി ആരെങ്കിലും ഒന്ന് എനിക്ക് ഹെഡ് ഓഫ് സെക്രട്ടറിയുടെ റൂം അത് ചോദിക്കുന്നതിനിടയിൽ ചാടിക്കേറി രഞ്ജിത്ത് അതിന് മറുപടി കൊടുത്തു. 5ാം നിലയിലാണ് ബ്രോ. ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയ ഇടത്തോട്ട്. അഭിനവ് അവന്റെ വാക്കുകൾ കേട്ട് ഒന്ന് മൂളി. റിസപ്ഷനിസ്റ്റ് എന്തായിരിക്കും തന്നോട് ഇവിടേക്ക് വരാൻ പറഞ്ഞതെന്ന് അവൻ ചിന്തിച്ചു. ഒരുപക്ഷെ ഇതുപോലുള്ള റാഗിംഗ് പരിപാടികളെ പറ്റി അവൾക്കും അറിയായിരിക്കും. അവളും ഇതിന്റെ ഭാഗമാകാനാണ് സാധ്യതയെന്ന് അവന് തോന്നി. ഗുഡ്, നിങ്ങളെപ്പോലെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ഒരാളുകളെയാണ് എനിക്കിഷ്ടം. അപ്പൊ പിന്നെ ക്ലീനിങ് നടക്കട്ടെ. അബി അത്രയും പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. ലിഫ്റ്റിൽ കയറി അവൻ 5ാം നിലയിൽ ഇറങ്ങി. ഇത്തവണ നേരെ ഹെഡ് ഓഫ് സെക്രട്ടറിയുടെ ഓഫീസിലേക്ക് തന്നെ അവൻ പോയി. വാതിൽ മുട്ടിയപ്പോൾ അകത്തു നിന്നൊരു മധുരമായ ശബ്ദം കേട്ടു. കമിൻ. അഭിനവ് വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. നേരത്തെ കണ്ട ഹാളിനേക്കാൾ വിശാലവും കാണാൻ ഭംഗിയുള്ളതുമായിരുന്നു ഈ ഹാൾ. അവൻ അവിടുത്തെ കാഴ്ചകളിലൂടെ ഒന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് മേശയുടെ മറുവശത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ അവൻ കാണുന്നത്. അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അവൾ അബിയോട് ചോദിച്ചു. അഭിനവ് ഒരു പെൺകുട്ടിയെ കണ്ടതും അവന് തലേന്നത്തെ സംഭവം ഓർമ്മ വന്നു. അവൾ തൻ്റെ സെക്രട്ടറി റാണിയാണെന്ന് അവൻ മനസ്സിലാക്കി. അപ്പോൾ ഇവളാണ് മാളിൽ വെച്ച് ഡേവിഡ് തരകനെ കണ്ടത്. അബി മെല്ലെ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ഹായ്, ഞാൻ അഭിനവ് വർമ്മ. വിക്രം സാറിൻ്റെ കമ്പനിയിൽ നിന്ന് ഇവിടേക്ക് ട്രാൻസ്ഫറായി വന്നതാണ്. എനിക്കിവിടെ സെക്രട്ടറിയുടെ പോസ്റ്റാണ് പറഞ്ഞിരുന്നത്, അബി പറഞ്ഞു. അത് കേട്ട് റാണി തലയാട്ടി. പിന്നെ മേശപ്പുറത്ത് വെച്ചിരുന്ന ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു. ഹലോ പ്രീതി, പെട്ടെന്ന് എൻ്റെ ക്യാബിനിലേക്കൊന്ന് വരൂ. ഇത്രയും പറഞ്ഞ് റാണി ഫോൺ വെച്ചു. അതിനുശേഷം അവൾ അബിയെ നോക്കി പറഞ്ഞു, പ്രീതി ഇപ്പോൾ വരും. അവൾ നിങ്ങളെ ജോലിയെക്കുറിച്ചെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരും. അതിനുശേഷം നിന്നെ ജോലി ചെയ്യേണ്ട മറ്റൊരു കമ്പനിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. റാണി പറഞ്ഞു. വേറെ കമ്പനിയോ? എന്തിന്? ഞാൻ ഇവിടെ ഈ കമ്പനി സെക്രട്ടറിയുടെ പോസ്റ്റിൽ ജോലി ചെയ്യാൻ വന്നതാണ്. പിന്നെ എന്നെ എന്തിനാ നിങ്ങൾ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത്? അഭിനവ് ചോദിച്ചു. റാണിയുടെ പെരുമാറ്റം കണ്ട് അഭിനവ് ആകെ അത്ഭുതപ്പെട്ടു പോയി. പ്രോട്ടോൺ നല്ല രീതിയിലല്ല നടക്കുന്നതെന്ന് ഇതിനകം തന്നെ അവന് മനസ്സിലായി കഴിഞ്ഞിരുന്നു. ഞാൻ പറയാം മിസ്റ്റർ അഭിനവ്, ഇപ്പോൾ തന്നെ കമ്പനിയിൽ ജോലി കുറവും സെക്രട്ടറിമാർ കൂടുതലുമാണ്. അതുകൊണ്ട് എനിക്ക് നിന്നെ സെക്രട്ടറി എവിടെ നിയമിക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങളൊരു സഹോദര സ്ഥാപനത്തിലേക്ക് ഒരു മാനേജറുടെ ആവശ്യമുണ്ട്. വേണമെങ്കിൽ നിനക്ക് അവിടെ ജോലി ചെയ്യാം, അല്ലെങ്കിൽ നീ മറ്റെവിടെങ്കിലും ജോലി നോക്കുന്നതായിരിക്കും നല്ലത്. റാണിയുടെ വാക്കുകൾ കേട്ട് അഭിനവ് അത്ഭുതത്തോടെ അവളെ നോക്കി. തൻ്റെ കമ്പനിയിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവൻ ചിന്തിച്ചു. റാണിയെ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് വിക്രം തന്നെ ഇവിടേക്ക് സെക്രട്ടറിയായി അയച്ചത്. ഇപ്പോൾ അതേ റാണി തന്നെ മറ്റൊരു കമ്പനിയിലേക്ക് മാറ്റി മുഴുവൻ പ്ലാനും കുളമാക്കിയിരിക്കുന്നു. അഭിനവ് എന്ത് വേണമെന്നറിയാതിരുന്നു. ഇതേ സമയം ഡേവിഡ് തരകൻ തൻ്റെ ഹോട്ടലിലെ പേഴ്സണൽ സ്യൂട്ടിൽ ഇരിക്കുകയായിരുന്നു. അയാളുടെ മുന്നിൽ വിനയാന്വിതനായി ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. തരകന്റെ കയ്യിൽ ചില ഫോട്ടോസ് ഉണ്ടായിരുന്നു. അവ വളരെ ശ്രദ്ധയോടെ അയാൾ നോക്കുകയായിരുന്നു. ഓരോ ഫോട്ടോസ് നോക്കും തോറും അയാളുടെ ദേഷ്യം കൂടി വന്നു. ഒടുവിൽ തരകൻ ആ പേപ്പറുകൾ തന്റെ മുന്നിൽ നിന്ന മനുഷ്യന്റെ മുഖത്തേക്ക് എറിഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. ഇത്ര നിസ്സാരമായൊരു കാര്യം പറഞ്ഞിട്ട് പോലും നിനക്കൊന്നത് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റിയില്ലേ? അയാൾ മുന്നിൽ നിൽക്കുന്ന ആളോട് അലറിക്കൊണ്ട് ചോദിച്ചു. സാർ, ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ ഈ സിറ്റിയിൽ ആർക്കും ടൈഗറിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. എടാ മണ്ടന്മാരെ, ഈ ഫോട്ടോഗ്രാഫ് എന്റെ കൈ കൊണ്ടുവന്ന് തരുന്നതിന് മുൻപ് ഒരു തവണയെങ്കിലും നീയൊക്കെ ഇതിലേക്കൊന്ന് നോക്കിയോ? ഒരൊറ്റ എണ്ണത്തിൽ പോലും അവന്റെ മുഖം ശരിക്കും പതിഞ്ഞിട്ടില്ല. ഇത്രയും യൂസ്ലെസ് ആയി നിന്നെയൊക്കെ എന്തിനാ ഞാൻ വെറുതെ തീറ്റിപ്പോറ്റുന്നേ? തരകൻ ദേഷ്യം നിയന്ത്രിക്കാനാവതെ പറഞ്ഞു. അത് കേട്ട് അയാളുടെ മുന്നിലുണ്ടായിരുന്ന ആ മനുഷ്യൻ തല താഴ്ത്തി. സോറി സാർ, അയാൾ പതിയെ പറഞ്ഞു. എന്നാൽ അത് കേൾക്കാൻ പോലും നിൽക്കാതെ തരകൻ ഡോറ് തുറന്ന് പുറത്തേക്ക് കടന്നു. അവിടെ നിശാന്ത് നിൽക്കുന്നുണ്ടായിരുന്നു. മുൻപ് അനന്യെ ഉപദ്രവിച്ചത് ഈ നിശാന്തായിരുന്നു. അന്ന് അബി അവനെ നന്നായി പെരുമാറി വിട്ടിരുന്നു. നിശാന്ത് തരകന്റെ അരികിലേക്ക് ചെന്നു. എന്നിട്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് അയാൾക്ക് നേരെ നീട്ടി. അത് കണ്ടതും തരകന്റെ കണ്ണുകൾ വിടർന്നു. അയാൾ ആ ഫോട്ടോഗ്രാഫിലേക്ക് തന്നെ ഉറ്റുനോക്കി.
ആരുടെയായിരുന്നു ആ ഫോട്ടോഗ്രാഫ്? ടൈഗർ അഭിനവാണെന്ന് തരകൻ മനസ്സിലാക്കിയോ? അറിയാൻ കേൾക്കൂ ദ റിട്ടേൺ ഓഫ് ടൈഗർ പോക്കറ്റ് FM-ൽ മാത്രം.